ഇന്ന് അടിപൊളി ടേസ്റ്റിൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ? അതും വെറൈറ്റി ആയിട്ടാണ്. നമ്മളെപ്പോഴും കഴിച്ച് കഴിച്ച് മടുത്തതൊക്കെ മാറ്റി നമുക്ക് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്താലോ? അതും ഭയങ്കര ടേസ്റ്റിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഇതിനു വേണ്ടി എടുത്തതെന്ന് വെച്ചാൽ 2 മുട്ടയാണ്. നമുക്ക് ആദ്യം ഇതുപോലെ മുട്ട ഉടച്ചൊഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ മസാലകൾ, പകുതി ഉള്ളിയാണ് ഇത് ചെറുതായി കട്ട് ചെയ്തത് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, ചെറിയ പീസ് ഇഞ്ചി, പിന്നെ ഇത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് ചിരണ്ടി എടുത്തതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് മല്ലിയില കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായത്, നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണ് പത്തല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ടേബിൾ സ്പൂണാണ്. 2 ടേബിൾ സ്പൂണ് പത്തൽ പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ വേറെ വെള്ളമൊന്നും ഒഴിക്കാൻ പറ്റില്ല. ഈ മുട്ടൻ്റെ വെള്ളയിൽ തന്നെ നമ്മൾ മിക്സ് ആക്കണം. എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇതുപോലെ നന്നായിട്ട് നമ്മൾ മിക്സാക്കി എടുക്കാം. നമുക്ക് ഇതിലെങ്ങനെ മിക്സാക്കാൻ പറ്റുന്ന അത്രത്തോളം നമുക്ക് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇതുപോലെ മിക്സാക്കി എടുത്ത് ഇനി നമുക്കൊരു പാൻ വെക്കാം. ഒരു പാൻ വെച്ചതിന് ശേഷം കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ നമുക്കിതുപോലെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിങ്ങനെ കുറച്ച് എടുത്തിട്ട് നമുക്ക് ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ പരത്തി കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് 3 എണ്ണാണ് ആക്കാൻ പറ്റിയത്. ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം. അടുത്തതും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റിയാണ്. ഇതെന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മുട്ടൻ്റെ ഇതിലാക്കുന്നതല്ലേ, അതുകൊണ്ട് നിങ്ങൾ വേവില്ല എന്നൊന്നും വിചാരിക്കേണ്ട. നമ്മൾ വളരെ കുറഞ്ഞ പത്തലോടി മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിത് ആയിക്കഴിഞ്ഞാൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണേ. ഇപ്പോൾ കുറച്ചായിട്ടുണ്ട്. കൂടുതൽ ഫ്ലെയിമിലൊന്നും വെക്കണമെന്നില്ല. ഒരു മീഡിയം സൈസ് ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. ഇതുപോലെ 2-3 തവണ ഒക്കെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഇതായി കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ അധികം കുറേ സമയമൊന്നും വേണ്ട. ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. ഒന്നാമത് നമ്മൾ മുട്ടക്കകത്താണല്ലോ ആക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്ക് എല്ലാം ഏകദേശം ആയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം. ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിയായ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ വളരെ ഈസിയും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഫുഡ് തന്നെയാണ്. ഇതുപോലെ വളരെ പെട്ടെന്നും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഫുഡ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇതുപോലെ നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.